മീഡിയസിലേക്ക് സ്വാഗതം. 15ാമത്തെ തവണയും മമ്മൂട്ടി ഫിലിംഫെയർ അവാർഡിന് അർഹനായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു. മികച്ച നടനുള്ള അവാർഡാണ് അദ്ദേഹം നേടിയെടുത്തത്. ആ ഒരു ചർച്ചയ്ക്കിടയിലും അല്ലെങ്കിൽ ആ ഒരു വാർത്തയ്ക്കിടയിലും മറ്റൊരു കാര്യം വ്യത്യസ്തമാക്കുന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് മമ്മൂക്ക ആ ഒരു വേദിയിൽ പ്രസംഗിച്ച ഒരു കാര്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വയനാടിനെ കുറിച്ചാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, വയനാടിന് സപ്പോർട്ട് നൽകണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തായിട്ട് അദ്ദേഹം പറഞ്ഞത്. നമ്മളുടെ മമ്മൂക്ക എത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകുന്നു, അദ്ദേഹം എങ്ങനെയാണ് എന്നുള്ളതിന് ഒറ്റ കാര്യമാണ്. അവാർഡ് വേദിയിൽ വയനാട് ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച മമ്മൂക്ക ആ ദുരന്തത്തിൽപ്പെട്ടവരെ അനുശോചിച്ചു. അതുപോലെ തന്നെ ഫിലിംഫെയർ അവാർഡ് വേദിയിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നു. അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മമ്മൂക്ക ബുദ്ധിമാനാണ്. അവിടെ ചെന്ന് അവാർഡ് നേടുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹത്തിന് തന്നെയാണ് അർഹൻ, അദ്ദേഹത്തിന് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, യോഗ്യനും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ആ ഒരു അവാർഡ് വേദിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വയനാടിനൊപ്പം തന്നെയായിരുന്നു. നമുക്കറിയാം നമ്മുടെ പ്രിയ താരങ്ങളെല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും ആ ഒരു കാര്യത്തിൽ ശരിക്കും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനിടയിൽ മമ്മൂക്ക അവിടെയും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ആഹ്വാനം തന്നെയാണ് നൽകിയത്. ഇനിയും നമുക്ക് കാണാൻ കഴിയുന്ന മമ്മൂക്ക അടിച്ചിരിക്കുന്നത് ഏകദേശം 15ഓളം അവാർഡുകളാണ്. ഇവിടെ മോഹൻലാൽ, ദുൽഖർ, അതേപോലെ ഫഹദ്, ജയറാം ഇവരെല്ലാം കൂടെ ചേർന്ന് 14 ഫിലിംഫെയർ അവാർഡാണ് നേടിയിരിക്കുന്നത്. അത് നമുക്ക് ഒരു പോസ്റ്റ് വന്നുകൊണ്ട് ആ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞു വിട്ടു എന്നുള്ളൂ. ഇങ്ങേരൊറ്റയ്ക്ക് തൂക്കിയത് 15 എന്നുള്ള ഒരു പോസ്റ്ററും ആയിട്ട് അത് രസകരമായിട്ട് കണ്ടു. അതുകൊണ്ട് അതും കൂടി ഇതിനിടയിൽ എടുത്തിട്ടു എന്നുള്ള കാര്യങ്ങൾ മാത്രം. എന്താണേലും വീണ്ടും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമ്പോൾ ക്ഷമിക്കാം, നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ തന്നെയാണ് അദ്ദേഹത്തെ ലീഡ് ചെയ്തത്. അപ്പോൾ ആ നൻപകൽ നേരത്ത് മയക്കം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നതായിരുന്നു കാതൽ കുറഞ്ഞ സിനിമയും. കാത്തിരിക്കാം, കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമായി. നാഷണൽ അവാർഡ് വരാൻ പോകുന്നു. തീർച്ചയായും നൻപകൽ നേരത്ത് മയക്കം അദ്ദേഹത്തിലേക്ക് നാഷണൽ അവാർഡ് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.